ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമുക്ക് ഇന്നത്തെ ഗോൾഡ്, യൂറോ യൂസ്റ്റി, നിഫ്റ്റി ഇതിൻ്റെ മൂന്നിൻ്റെ ഇന്നത്തെ ലെവൽസൊക്കെ ഒന്ന് നോക്കാം. മാർക്കറ്റ് ഓവറോൾ ബൈയിങ്ങിലേക്കാണോ സെല്ലിങ്ങിലേക്കാണോ സാധ്യത കൂടുതലെന്ന്. ഓക്കെ, നമുക്ക് എപ്പോഴത്തെ പോലെ തന്നെ ഫസ്റ്റ് ഗോൾഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഗോൾഡിൽ നിന്നല്ല നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടെന്ന ലെവൽസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു മേജർ ഹൈനെ ബ്രേക്ക് ചെയ്താൽ പിന്നെ ബൈയിങ്ങിലേക്കുള്ളൊരു ട്രെൻഡായിട്ട് മാറുമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം നോക്കുകയാണെങ്കിൽ ഹൈനെ ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ ഗ്രൂപ്പിലേക്ക് കറക്റ്റായിട്ട് ലെവൽസും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഇന്ന് ബൈയിങ്ങിലേക്കുള്ള സാധ്യതകളാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇന്നലെ ന്യൂസിൻ്റെ ടൈമിൽ വന്നിട്ടാണ് ഈ ബൈയിങ് സോണിലേക്ക് ടച്ച് ചെയ്തിട്ടുണ്ടായി നമ്മളെ കൊടുത്തിട്ടുള്ള ലെവൽസിലേക്ക്. പക്ഷേ അവിടെ നിന്ന് കൺഫർമേഷനോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ന്യൂസിൻ്റെ ടൈമാണ്. ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം ഏറ്റവും സാധ്യത കൂടുതലെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏറ്റവും ലോയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഡിസ്കൗണ്ട് ഏരിയയിൽ ഒരു ബൈയിങ് സോൺ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വന്ന് ഈ ഒരു ബൈയിങ് സോണിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇവിടുന്നൊരു ബൈ എൻട്രി നോക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതാണ് ആ ഗോൾഡ് നോക്കുകയാണെങ്കിൽ മേജർ ട്രെൻഡ് അനുസരിച്ച് ഏറ്റവും സാധ്യതയുള്ളൊരു ഭാഗം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ബൈയിങ് സോണിലേക്ക് വേണമെങ്കിൽ മാർക്കറ്റിനെ റെസ്പെക്ട് ചെയ്യാൻ സാധ്യതകൾ കൂടുതലുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ബൈ എൻട്രി നോക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്താണ്, ഇനി ഈ ഒരു മേജർ ഹൈനെ ബ്രേക്ക് ചെയ്താലേ നമുക്കൊരു മൈനർ ട്രെൻഡ് നോക്കാനായിട്ട് പറ്റുള്ളൂ. ഇനിയിപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഡിമാൻഡ് സോണിലേക്ക് വരാതെ ഇവിടെ എന്താണ് വന്ന് ഈ ഒരു മേജർ ഹൈ ഈ ഒരു ട്രെൻഡിൻ്റെ ഉള്ളിലുള്ള ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ എന്താണ് നമുക്കിതിനുള്ളിൽ ക്രിയേറ്റ് ആയിട്ടുള്ള ഓരോ മൈനർ ഇൻഡ്യൂസ്മെൻറ്റും മാർക്ക് ചെയ്തിട്ട് ഇതിലേക്കൊക്കെ വരുമ്പോഴും കൺഫർമേഷൻ നോക്കി നമുക്ക് എൻട്രി എടുക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ, ഇപ്പോൾ ഇത്രയും സാധ്യതയാണ് ആകെ ഗോൾഡിൽ കാണുന്നത്. ഇല്ലാതെ വേറെ സെല്ലിൻ്റെയോ വേറെ ബൈയിലോ അങ്ങനത്തെ ട്രേഡുകളൊന്നും ഇതിനകത്ത് കാണുന്നില്ല കേട്ടോ. ഓക്കെ അല്ലേ, ഇപ്പോൾ ന്യൂസ് ടൈമിൽ നോക്കുകയാണെങ്കിൽ പിന്നെ വീക്കായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പെട്ടെന്നൊരു സെല്ല് വന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്നൊരു സെല്ല് വന്നു കഴിഞ്ഞാൽ പിന്നെ വീക്കായിട്ട് നിൽക്കുന്ന ഇപ്പോൾ ഗോൾഡ് കൂടുതലായിട്ടും കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ അല്ലേ, ഇത് തന്നെയാണ് ഇവിടെയും കാണുന്നത്. ഇപ്പോൾ അത്ര സുഖമുള്ളൊരു മാർക്കറ്റ് കണ്ടീഷൻ അല്ല. കുറച്ച് സേഫായിട്ടുള്ള ട്രേഡ്സും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. ഇത്രയും സാധ്യതയാണ് ഞാൻ പറഞ്ഞ പോലെ ഗോൾഡിലുള്ളത്. ഇനി യൂറോ യൂസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ അത് തന്നെയാണ് നമ്മളെന്തായാലും പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. വീക്കായിട്ടുള്ള ബൈയിങ്ങിലേക്കാണെങ്കിൽ വീക്കായിട്ടുള്ള ട്രെൻഡ് തന്നെയാണ്. ഓക്കെ അല്ലേ, ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിലും എന്താണ് ഇപ്പോൾ മാർക്കറ്റ് മേജർ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡൗൺ സൈഡിലേക്കുള്ളൊരു ട്രെൻഡ് നോക്കുവാണെങ്കിൽ യൂറോ യൂസ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇന്നത്തെ ദിവസം നോക്കുവാണെങ്കിൽ സെല്ലിലേക്ക് നോക്കാൻ പറ്റിയ ലെവൽസ് എന്ന് പറയുന്നത് ഇതൊരു 50 മില്യൺ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ പ്രീമിയത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു സെല്ലിംഗ് സോണും കാണാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ, ഇപ്പോൾ യൂറോ യൂസ്റ്റിൽ നോക്കുവാണെങ്കിൽ ഇന്നത്തെ ദിവസം ഈ മാർക്കറ്റ് മുകളിലോട്ട് വന്ന് ഈ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ഇവിടെ നിന്ന് തന്നെ കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് നോക്കാനായിട്ട് പറ്റും. ഇനി ഇവിടെ നിന്ന് കൺഫർമേഷൻ കിട്ടിയില്ല, നമുക്ക് കുറച്ചും കൂടെ പ്രീമിയത്തിൽ ഈ സെല്ലിംഗ് സോണിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് ഇതിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ആ സെല്ല് നോക്കാനായിട്ട് പറ്റും. പിന്നെ ചെറിയ ചെറിയ ട്രേഡുകൾ നോക്കിയാൽ മതി. ഫുൾ ട്രെൻഡ് റൈഡ് ചെയ്യണമെന്നില്ല, കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ ചെറിയ ചെറിയ ട്രേഡുകൾ നോക്കിയാൽ മതി. ഇൻഡ്യൂസ്മെൻറ്റിലേക്കാണെങ്കിലും സെല്ലിംഗ് സോണിലേക്ക് വന്നതിന് ശേഷമാണെങ്കിലും ഇത്രയും സാധ്യതയാണ് യൂറോ യൂസ്റ്റിൻ്റെ കാര്യത്തിലും വരുന്നത്. വേറെ കൗണ്ടർ ട്രെൻഡിൻ്റെ വേറെ ട്രേഡോ കാര്യങ്ങളൊന്നും ഇതിനകത്തും കാണുന്നില്ല. ന്യൂസിന് ശേഷം വന്നതല്ലേ. ഓക്കെ അല്ലേ, ഇതുപോലെ തന്നെ ഇനി നിഫ്റ്റീൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു പോയിട്ടുണ്ടായതിന് ശേഷം നിഫ്റ്റിയിൽ അത്യാവശ്യം നല്ല നല്ല ട്രേഡുകൾ ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ, 5 മില്യണിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നല്ല ട്രേഡുകൾ നിഫ്റ്റിയിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലെവൽസും കൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം ഇന്നത്തെ ദിവസത്തേക്ക് നോക്കാനായിട്ട് പറ്റിയത്. ഓക്കെ അല്ലേ, ഇപ്പോൾ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബൈയിങ്ങിലേക്കുള്ളൊരു ഇൻഡ്യൂസ്മെൻ്റ് ആണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. 50 മില്യൺ നോക്കുകയാണെങ്കിൽ ഇതൊരു ബൈയിങ്ങിലേക്കുള്ളൊരു ലിക്വിഡിറ്റി ആയിട്ടാണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം എന്താണ് ഫസ്റ്റ് ഒന്ന് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇവിടെ ട്രേഡ് നോക്കാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല സാധ്യതയുള്ളൊരു ഭാഗമാണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് പിന്നീട് മാർക്ക് ചെയ്യുന്നത് സെല്ലിലേക്കുള്ളൊരു ഇൻഡ്യൂസ്മെൻറ്റും ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി മാർക്കറ്റ് ഫസ്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം എന്താണ് ഈ സെല്ലിലേക്കുള്ള ലിക്വിഡിറ്റി എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിലും സെല്ലിലേക്ക് നോക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ രണ്ട് ലിക്വിഡിറ്റി മാത്രമാണ് നിഫ്റ്റിയിൽ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഏറ്റവും രണ്ട് സാധ്യതയുള്ള ലിക്വിഡിറ്റി ഏരിയയാണ്. അത്യാവശ്യം സാധ്യതകൾ നിഫ്റ്റിയിൽ കൂടുതലായിട്ടുണ്ട്. ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ പിന്നെ ഒരു നെക്സ്റ്റ് ലിക്വിഡിറ്റി മാർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും ലോയിലാണ് വരുന്നത്. ഇതിനുള്ളിലൊക്കെ വരുന്നത് പിന്നെ മൈനർ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാൻ സാധ്യതകൾ കുറവാണ് കേട്ടോ. ഇതിലേക്ക് വരുവാണെങ്കിൽ കുറച്ചും കൂടി സാധ്യതകൾ കൂടുതലുണ്ട്. ഇനി ഏറ്റവും സാധ്യതയുള്ള രണ്ട് ഭാഗമാണ് ഞാനിവിടെ മാർക്ക് ചെയ്തേക്കുന്നത് നിഫ്റ്റിൻ്റെ കാര്യത്തിലും. ഓക്കെ അല്ലേ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിഫ്റ്റിൻ്റെ ഇതിലേക്കും വരുന്നത് കേട്ടോ. ഗോൾഡിൽ നോക്കുകയാണെങ്കിലും യൂറോ യൂസ്റ്റിൽ നോക്കുകയാണെങ്കിലും എന്താണ് ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ട് ഏരിയയിൽ ബൈയിങ് സോൺ ഉണ്ട്. ഇതിലേക്ക് കുറച്ചും കൂടി സാധ്യതകൾ കൂടുതലുണ്ട്. യൂറോ യൂസ്ഡിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു ന്യൂസ് ക്യാൻഡലിന് ശേഷം ഇതിൽ ലിക്വിഡിറ്റി എടുത്താലേ പിന്നെ സെല്ലിലേക്കൊക്കെ നമുക്ക് നോക്കാനായിട്ട് പറ്റുള്ളൂ. ഇത്രയും സാധ്യതയാണ് ഓവറോൾ വരുന്നത്.